Hello everyone, welcome back. I'm Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. സ്കൂൾ തുറന്നതൊന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയും ഒരിക്കലെങ്കിലൊക്കെ പോകണമെന്ന്. അപ്പോൾ ഇന്ന് ഫൈനലി ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പം എന്നെ കുളിച്ച് മാറ്റി റെഡി ആവാനായിട്ടുണ്ട്. സമയം ഒരുപാടായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി മാറ്റണം. അപ്പോൾ പോകണം. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ പിന്നെയും വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പം നല്ല സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 9th പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ പൂട്ടാതെ നേരത്താണ്. ഇപ്പോൾ സ്കൂള് നിലവിൽ നാളെ പൂട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഇത്ര ആയിട്ടുണ്ട്. 9:15 ഇവിടുന്ന് പോകണം. ഒരുപാട് ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വേഗം തീർത്തിട്ട് സെറ്റാക്കി പോവാം. അപ്പോൾ ലിയതാ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് ഇതാണ്. എൻ്റെ കുറേ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ കളർ ജീൻസും പിന്നെ ഈ ഒരു ബാഗും കൂടി ഞാൻ അതിൻ്റെ ഇപ്പോൾ പെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ നമുക്ക് കുളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ വരാം. വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പം അതിന് ഞാൻ നിങ്ങളോട് അത് തന്നെ സോറി പറയുന്നു. അപ്പം ഞാനിതാ മാറ്റാണ്. കാര്യമായിട്ടൊന്നുമില്ല, സ്കിൻ കെയർ ചെയ്യാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് 0 ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു സൺസ്ക്രീനൊക്കെ വരുത്തിച്ച് അങ്ങനെ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തട്ടിക്കൂട്ടിയും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് വെച്ചതായിരുന്നു. അപ്പം ഇനി ഏതായാലും പോട്ടെ. അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പം എന്നെപ്പോലത്തെ സിംഗിൾസിനൊക്കെ അപ്പോൾ എല്ലാവർക്കും ഞാൻ പോയിട്ട് പോരാ. എനിക്ക് എന്താ പറയേണ്ടി അറിയില്ല. അങ്ങനെ ഞാൻ ബസ്സിന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി. ഞങ്ങളങ്ങനെ ഓളപ്പൻ്റെ വൈത്തലെ ഇനി അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുള്ളൂ. ഇതിങ്ങനെ ഓരോ പോക്കിനും ഇത്തിരി ആൾക്കാരും കൂടി കിട്ടും, പിന്നെയും പോയി കുറച്ച് ആൾക്കാരും കൂടി കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഫ്രണ്ട് ഇതാ ഓളപ്പൻ്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി കാറിന് പോകുന്നത്. അങ്ങനെ ഓളപ്പൻ ഞങ്ങളെ ഇറക്കി ഒരു ബസ് സ്റ്റോപ്പിന് അവിടെ. ബാക്കി ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവിടെ വന്നോക്കിയപ്പോൾ ഓരോന്നും കാണുന്നില്ല. ലാസ്റ്റ് ഓലൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഓളെ വീട്ടിലേക്ക് പോവാണ്. ജുബിനേൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. വീഡിയോ ഒക്കെ ഒരു കഥ വെക്കാരും. അത് നമ്മളെ പ്രായം നമ്മളെ വൈബുള്ളവർക്കൊക്കെ ആ ഒരു വൈബിന് കാണാൻ. കുറച്ചും കൂടി ഏജുള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണേ എന്നുള്ളൊരു ചിന്ത വരും. അത് നമ്മളെ വൈബിനാവുമ്പോൾ അത് മനസ്സിലാവും. ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയാൽ നമുക്ക് എല്ലാവർക്കും ബ്രെയിൻ ഉണ്ടാവില്ല. എല്ലാവരും ബ്രെയിനും അടിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ചിലപ്പോൾ വീഡിയോൻ്റെ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പ് വഴി അയച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അതുകൊണ്ട് ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോയിണ്ടാവും. അതിനൊക്കെ നിങ്ങളോട് സോറി പറയുന്നു. അങ്ങനെ ഓളെ വീട്ടിൽ പോയിട്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഇനിയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നമ്മൾ പോണത്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. വീഡിയോ ഒരു കഥയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ അത് രസമാണ്. ഞങ്ങൾക്കൊരു ഓർമ്മയായിട്ട് ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങൾക്കും എല്ലാം കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് പോവാണ്. അങ്ങനെ അങ്ങാടിയിലെത്തുമ്പോൾ ഞങ്ങൾ ശരിക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ടിൻ്റെ ഉപ്പ ഞങ്ങളെ വന്ന് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി കളറൊക്കെ ഇട്ട് ഇങ്ങനെ എവിടേക്കെങ്കിലും പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സന്തോഷം ഉണ്ടാവും. ഇതിന് മുന്നേ ചിലവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, പക്ഷേ 2-3 ഫ്രണ്ട്സ്. ഇതിപ്പോൾ എല്ലാവരും കൂടി ക്ലാസ്സിലെ എല്ലാ ഗേൾസും കൂടിയാണ്. എല്ലാ ഗേൾസും അതിൽ 2-3 കുട്ടികൾ ഇല്ല എന്നുള്ളൂ, എന്നാലും ഒട്ടുമിക്ക എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇതാ നടന്നു പോവാണ്. അങ്ങനെ ജഹാനൻ്റെ ഉപ്പ ഞങ്ങളെ കൂട്ടാൻ വന്ന് അങ്ങനെ ഞങ്ങളിതാ പോവാണ്. അട്ടിമലട്ടി ഇരുന്നിട്ടാണ് പോണത്. അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇതാ എല്ലാവരും ആ ഒരു അട്ടിൻ്റെ ഇടയിലാണെങ്കിലും അയ്യോ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങുകയാണ്. ഞാനും നഷീം വെറുതെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. കാര്യമായിട്ടൊന്നുമില്ല, കുറേ അന്തും കുന്തും ഇല്ലാത്ത കുറേ വീഡിയോസ് എടുത്ത് വെച്ചാണ്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും വല്ല റാൻഡം ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇൻസ്റ്റയിൽ റീലും അപ്ലോഡ് ചെയ്യാം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിൽ, പിന്നെ എനിക്ക് വ്ലോഗ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ അന്തും കുന്തും ഇല്ലാത്ത വീഡിയോസാണ്. എങ്ങനെ ആഡ് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. പിന്നെ ഞാനെ കണ്ട് ഇട്ടത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ പിന്നെ ഓളെ വീട്ടിലെത്തിയിട്ടുണ്ട്.
അവിടെ എത്തി കാര്യമായിട്ടൊന്നുമില്ല. മെയിൻ ഫോട്ടോ എടുക്കലും തീറ്റയുമാണ് ഞങ്ങളത് മെയിനായിട്ട് നടന്നത്. ഓരോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും, അവിടുന്ന് വെള്ളം കുടിക്കും, പിന്നെ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും, വെള്ളം കുടിക്കും. അങ്ങനെ ഞങ്ങളിതാ ഒരു റീൽ എടുക്കുകയാണ്, മറ്റേതില്ലേ മേനെ പ്യാറിക്ക്. അപ്പോൾ ആ ഒരു ഡാൻസ് കളിച്ച് ഡാൻസ് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നോക്കിയപ്പോഴാണ് ഡാൻസൊക്കെ ഒരു കഥയാണ്. ഓരോ വീഡിയോയിലും ഓരോരുത്തർ കുളമായിട്ടുണ്ട്, പിന്നെ ഓരോ പൊട്ടത്തരങ്ങളും, അതാണ് മൊത്തം. അങ്ങനെ റീൽസൊക്കെ എടുത്ത് ഓളെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു നടുമുറ്റുണ്ട്, അപ്പോൾ അവിടെ ഇറങ്ങി നിന്നിട്ടും കുറച്ച് ആൾക്ക് മേലെ കയറി നിന്നിട്ടൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുക. നമ്മൾ ഡാൻസ് കളിച്ചാണ് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. സംഭവമൊക്കെ എന്തല്ലാത്ത കളികളാണ്, കാണുന്നവർക്കും മനസ്സിലാവും. അങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു, അത്രയൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ പറയേണ്ടി അല്ലെങ്കിൽ ഇതൊന്നും ഇവിടേക്ക് മ്യൂസിക് വെക്കണതാണ് നല്ലതെന്നാണ്. അപ്പോൾ അതാ ഓരോ പൊട്ടത്തരങ്ങൾ. മെയിൻ ഫുൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മീപ്പിയും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എനിക്കത് പറഞ്ഞാൽ ഭയങ്കര ജീവനായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയാം ഈ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ ജീവിതം മൊത്തം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഉള്ള ടൈം അടിച്ച് പൊളിച്ച് വൈബാക്കി നടക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ചങ്ക് ലെവലൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ കമൻ്റ് ആക്കുക. അങ്ങനെ പിന്നെ കുറേ തേരാപ്പാരയും കളിയും ഡാൻസും പാട്ടൊക്കെ ഇട്ടൊക്കെ കൂടി ചാടി കളിച്ചു. അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്തിരി ഒന്ന് കാണിച്ചത്. അങ്ങനെ ഓരോരോ കളികളായിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജ്യൂസും വെള്ളവും ഒക്കെ കുടിക്കുന്നുണ്ട്. അതൊന്ന് വീഡിയോ എടുക്കാൻ മറക്കാണ്, കാരണം എല്ലാത്തിൻ്റെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഓരോന്നോരോ കഥയാണ്. എൻ്റെ 8ാം ക്ലാസ് അറിയുമ്പോൾ 8ാം ക്ലാസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് തുള്ളി സഹിക്കാൻ കഴിയില്ല. എനിക്ക് 8ാം ക്ലാസ് തുള്ളി ഇഷ്ടമായില്ല, സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലേ. പക്ഷെ എൻ്റെ 9th അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണിച്ചാൽ അത്ര അടിപൊളി. നമ്മൾ 7th അറിയുമ്പോൾ ഇപ്പം യു പി അല്ല, ഞാൻ ഇതുവരെ പഠിച്ചില്ല. നമ്മൾ 7th അറിയുമ്പോൾ അത് വേറൊരു വൈബായിരിക്കും. നമുക്ക് അത്രയും അതെല്ലാവർക്കും കുറേ ആളുകൾക്ക് അങ്ങനെ കേട്ടോ. 7th പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ചതായിരിക്കും. അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് എൻ്റെ 9th. അടിപൊളിയാണ്. കാരണം 8th ആകുമ്പോൾ നമ്മൾ നന്നാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഹൈസ്കൂളിലെത്തി അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പിന്നെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ആയിട്ട് മിങ്കിളാവാൻ കഴിയില്ല. പക്ഷെ 9th അറിയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒക്കത്തിനോട്ട് നമ്മളിങ്ങനെ സഹിച്ച് നിന്ന് ഒരു അടിപൊളിയായിരിക്കും. ഒരു എങ്ങനെ പറയേണ്ട അറിയില്ല, നമുക്ക് സഹകരിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. 10th അറിയുമ്പോൾ നമുക്ക് പഠിക്കണം വീട്ടിൽ നിന്നുള്ള പ്രഷർ അങ്ങനത്തെ ഓരോ സംഭവം ഉണ്ടാവും. അപ്പം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാനുള്ളൊരു ഒരു ക്ലാസ് പറയുന്നത് 9th ആണ്. പിന്നെ 7th നമുക്ക് നല്ല അടിച്ചു പൊളിക്കാം. 10th അടിച്ചു പൊളിക്കാമെന്നല്ല, പഠിപ്പും അതിൻ്റെ ഒപ്പം അതും കൊണ്ടുപോകാൻ അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തിയും അൽഫാമും പൊതുവെ എല്ലായിടത്തും ഉള്ള പോലെ എന്ത് വന്നാലും മന്തിയും അൽഫാമും അത് വേറെ തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മളെ സ്വലിഹത്തായ കുട്ടിയോട് അടിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആമിനാത്ത. അങ്ങനെ പിന്നെ അടിച്ചേരി, പിന്നെ നമ്മൾ തന്നെ അടിച്ചേരി ഏരിയ ആണല്ലോ. ഞങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയോ കളിക്കണ്ടേനി. വീഡിയോ എനിക്കറിയില്ല, ഈ വീഡിയോ ഒക്കെ പോലെ കണ്ടാൽ ഇന്നെ നല്ല വാക്ക് പറയും. അപ്പോൾ അങ്ങനെ ഓരോ കഥപാടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഫെയർവെൽ പാർട്ടി എന്നൊക്കെ പറയാം, പക്ഷേ നമ്മൾ ഫെയർവെൽ ആയിട്ടില്ലല്ലോ. ഇനിയാണ് നമ്മൾ, ഇതൊരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. കാണിച്ചാൽ അടുത്ത കൊല്ലം സീനിയേഴ്സ് ആവാനുള്ളതാണ്. അപ്പോൾ ഇതൊരു അവസാനമല്ല, പുതിയൊരു തുടക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. ഒരിക്കലും അവസാനമാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കേക്ക് മുറിയല്ല, ഒരു പുതിയൊരു തുടക്കം മാത്രം എന്നുള്ളൊരു അർത്ഥത്തിൽ ഞങ്ങൾ 9th എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. കേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ കഴിഞ്ഞതൊന്നും അറിയൂല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പേരെ പോയി അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പേരെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ബൈ.